ലോകം മറ്റൊരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണോ? അമേരിക്കയുടെയും നാറ്റോയുടെയും ഏകപക്ഷീയമായ ആധിപത്യത്തിനെ അറുതി വരുത്താൻ മൂന്ന് വൻശക്തികൾ കൈകോർത്തിരിക്കുന്നു. ഇറാൻ, ചൈന, റഷ്യ. കഴിഞ്ഞ വ്യാഴാഴ്ച ഒപ്പുവെച്ച ഈ മുത്തരപ്പ് ഉടമ്പടി വെറുമൊരു സൗഹൃദത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റാൻ പോകുന്ന ഒന്നാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പുകൾ ലോകത്തെ മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണോ എത്തിച്ചിരിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പുതിയ സംഖ്യത്തെക്കുറിച്ചും ഇതിനോടുള്ള അമേരിക്കയുടെ പ്രതികരണത്തെക്കുറിച്ചുമാണ്. ഇറാൻ, ചൈന, റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഈ ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാശ്ചാത്യ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തെയും സാമ്പത്തിക ഉപരോധങ്ങളെയും പ്രതിരോധിക്കുക എന്നതാണ് ഇവരുടെ പ്രാഥമിക ലക്ഷ്യം. ഇതൊരു നാറ്റോ മോഡൽ സൈനിക സംഖ്യമല്ല. അതായത് ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ എല്ലാവരും കൂടി യുദ്ധത്തിന് വരുമെന്ന കരാറല്ല ഇത്. പകരം സൈനികമായ വിവരങ്ങൾ പങ്കുവെക്കുക, സംയുക്ത അഭ്യാസങ്ങൾ നടത്തുക, രഹസ്യാന്വേഷണ വിവരങ്ങൾ പരസ്പരം കൈമാറുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക കാര്യത്തിലാണ് ഈ സംഖ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഡോളറിനെ ഒഴിവാക്കി സ്വന്തം കറൻസികളിലോ പുതിയ സാമ്പത്തിക സംവിധാനങ്ങളിലോ വ്യാപാരം നടത്താൻ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇത് ഇവരെ സഹായിക്കും. എന്നാൽ ഈ നീക്കങ്ങളെ അമേരിക്ക വെറുതെ നോക്കി നിൽക്കുമെന്ന് കരുതരുത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വളരെ കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കരുത് എന്നാണ് ട്രംപിന്റെ കർശന നിർദ്ദേശം. ഒപ്പം ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നത് നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ സൈന്യം ഏത് നിമിഷവും ഇറാനെതിരെ നീങ്ങാൻ സജ്ജമാണെന്ന് പെന്റഗൺ ഇതിനോടകം അറിയിച്ചു. പക്ഷേ ഇതിനിടയിലും ഒരു നയതന്ത്ര ട്വിസ്റ്റ് ട്രംപ് നൽകുന്നുണ്ട്. ഭീഷണിപ്പെടുത്തുന്നതിനിടയിലും ഇറാനുമായി ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നിർണായക സംഭാഷണങ്ങൾ നടന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ ചർച്ചയിൽ അവസാനിക്കുമോ എന്ന് കണ്ടറിയാം. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറല്ല. മിഡിൽ ഈസ്റ്റിൽ വലിയൊരു യുദ്ധത്തിന്റെ നിഴൽ വീഴ്ത്തുന്ന പ്രസ്താവനകളാണ് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും യുദ്ധക്കപ്പലുകളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു. അമേരിക്ക ചെറിയൊരു നീക്കം നടത്തിയാൽ പോലും അതിന് അതിരുകളില്ലാത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ വാദം. മാത്രമല്ല, തങ്ങളുടെ ലക്ഷ്യപട്ടികയിൽ ഇസ്രായേലുമുണ്ടെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് മേഖലയിൽ വലിയൊരു സംഘർഷത്തിന് കാരണമായേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകം രണ്ട് ധ്രുവങ്ങളിലായി തിരിയുകയാണ്. ഒരു വശത്ത് അമേരിക്കയും സഖ്യകക്ഷികളും, മറുവശത്ത് പുതിയ കരുത്തുമായി ഇറാൻ, ചൈന, റഷ്യ സംഖ്യം. ഇത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റമായി മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ലോക വിവരവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.